നമസ്കാരം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന കിഴങ്ങുവർഗ്ഗ വേരുകളുള്ള കുറ്റിച്ചെടിയാണ് ശതാവരി. ലിലിയേസിയേ ഫാമിലിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ആസ്പരാഗസ് റെസിമോസസ് എന്നാണ്. വൈൽഡ് ആസ്പരാഗസ് എന്ന ഇംഗ്ലീഷ് പേരും ശതാവരി, ശതപതി, ബഹുസുധ, നാരായണി എന്നിവ സംസ്കൃതം പേരുകളുമാണ്. ആയുർവേദ രസായന സസ്യമാണിത്. സ്ത്രീ സൗഹൃദ സസ്യം എന്നും ഇത് അറിയപ്പെടുന്നു. ശാരീരികവും വൈകാരികവുമായി സമ്മർദ്ദത്തെ നേരിടാൻ സഹായിക്കുന്ന ഒരു അഡാപ്റ്റോജനിക് സസ്യമാണിത്. സ്ത്രീകളുടെ പ്രത്യുത്പാദന ആരോഗ്യത്തെയും ഹോർമോൺ ബാലൻസിനെയും പിന്തുണയ്ക്കുന്നതിലും ആർത്തവ ക്രമക്കേടുകൾ, ഫെർട്ടിലിറ്റി, ആർത്തവ വിരാമ ലക്ഷണങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ശതാവരി ഉത്തമമാണ്. ശതാവരിയുടെ ഇമ്മ്യൂണോ മോഡുലേറ്ററി പ്രോപ്പർട്ടീസ് രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുവാൻ സഹായിക്കുന്നു. ആമാശയത്തിലെ അൾസറിനെ ചികിത്സിക്കുകയും ഭാവിയിൽ അൾസർ ഉണ്ടാക്കുന്നത് തടയുവാനും ഇത് ഉപകാരപ്രദമാണ്. മുലയൂട്ടലിന് പ്രധാനമായ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ ഉത്പാദനം ഇത് വർദ്ധിപ്പിക്കുന്നു. ഇറഗുലർ മെൻസ്ട്രേഷൻസ്, ഹെവി ബ്ലീഡിംഗ്, PCOD, ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷസ് എന്നിവയുടെ ചികിത്സയ്ക്കും ശതാവരി ഉപയോഗിക്കാറുണ്ട്. ശതാവരി പൊടിച്ചത് പാലോ തേനോ ചേർത്ത് ചർമ്മത്തിൽ പുരട്ടുന്നത് ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന സാപ്പോണിൻസ് ചർമ്മത്തിന് മൃദുലതയും മോയ്സ്ചറൈസിംഗ് പ്രോപ്പർട്ടീസ് നൽകുന്നതിനും സഹായിക്കുന്നു. ശതാവരി എന്ന പേര് 100 വേരുകളുള്ളത് എന്നും 100 രോഗങ്ങളുടെ ശമനം എന്നും സൂചിപ്പിക്കുന്നു. യുവത്വം മുതൽ ആർത്തവ വിരാമം വരെയും അതിനുശേഷവും ഒരു ഹെൽത്ത് ടോണിക് എന്ന നിലയിൽ സ്ത്രീകൾക്ക് ഏറെ പ്രയോജനമുള്ള ഒരു സസ്യമാണിത്. ശതാവരി ഒരു പ്രകൃതിദത്ത ആൻറ്റിബയോട്ടിക്കായി പ്രവർത്തിക്കുന്നു. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഇത് ഉപയോഗിക്കാറുണ്ട്. മഹാനാരായണി തൈല, ശതാവരി ഘൃത, ശതാവരി തൈല എന്നിങ്ങനെ ഒട്ടനവധി ആയുർവേദ മരുന്നുകളിൽ ശതാവരി അടങ്ങിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഇത്തരം വീഡിയോസുമായി വരാം. നന്ദി.